ഹേ ഗൈസ്, ഇപ്പോൾ ഡെയിലി വ്ളോഗ് പാർട്ട് 2. നമ്മൾ വെളുപ്പിന് നേരത്തെ എന്നിട്ട് കുറച്ച് പഠിച്ചിട്ട് ഇതപ്പോൾ ഇന്ന് കടയ്ക്കൊക്കെ പോകാൻ നിൽക്കുകയാണ്. വണ്ടിയൊക്കെ റെഡി ആക്കിയിട്ടുണ്ട്. ഇവിടെ ക്യൂബിയൊക്കെ ഉണ്ട്. ക്യൂബിനെ കാണിച്ചു തരാം. ഇതാണ് ഇവിടുത്തെ ക്യൂബി മാത്രമല്ല, ഒരു ബെല്ലും കൂടി ഉണ്ട്. ബെല്ല ബാക്കിലാണ്. ഇപ്പോൾ രാവിലെ ഒന്ന് കടയ്ക്ക് പോകണം പറഞ്ഞപ്പോൾ ഒരു സമയത്ത് എത്ര ഒരു 7:30 ഉണ്ടാവും. അപ്പോൾ നമ്മൾ കടയ്ക്ക് പോയിട്ട് വരാം ഗൈസ്. നമുക്ക് പോണ വഴിക്ക് ബാക്കി വ്ളോഗിങ് ചെയ്യാം. ഇന്നലത്തെ വ്ളോഗ് വലിയ ഹിറ്റൊന്നും ആവും തോന്നുന്നില്ല. നമുക്ക് നല്ല നോക്കാം. പിന്നെന്താ പരിപാടി നോക്കാം. ഓക്കെ ഗൈസ്, നമ്മൾ പ്ലാറ്റിനെ എടുത്തിട്ട് പോകാൻ പറഞ്ഞാണ് സംഭവം. പ്ലാറ്റിനയിൽ എണ്ണയില്ല, എണ്ണ ചതിച്ചു. അപ്പോൾ നമ്മൾ അജിൻ്റെ ബുള്ളറ്റ് എടുക്കാൻ തീരുമാനിച്ച്. ഇതാണ് അജിൻ്റെ ബുള്ളറ്റ്. നമ്മൾ അതിൻ്റെ ബുള്ളറ്റിലാണ് ഇനി യാത്ര. നമുക്ക് നോക്കാം ഗൈസ് നമ്മുടെ സ്ഥിതി എന്താണ്. ഓക്കെ, ബുള്ളറ്റ് സീനാണ്. വണ്ടി സ്റ്റാർട്ടായിട്ടുണ്ട്. പുതിയ ഷോപ്പ് തുടങ്ങിയിട്ട് നമ്മുടെ ഷോപ്പിൻ്റെ പരിപാടി കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടി പോവുകയാണ്. ചെറിയൊരു സർപ്രൈസാണ്. പക്ഷെ അത് എന്ത് കാര്യമാണ് സംഭവം ഒന്നും നമ്മൾ പറയില്ല. ഇത് ചെറിയ ക്ലിപ്പിങ്സേ കാണിക്കുള്ളൂ. നമ്മൾ അണ്ടർ കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഷോപ്പിൻ്റെ അത്യാവശ്യത്തിന് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ എൻ്റെ വണ്ടി പണിതെന്ന് കഴിച്ചു. നമ്മൾ ഇന്നലെ കൂട്ടുകാരൻ്റെ വീട്ടിൽ പോണ വഴിക്ക് വണ്ടി ചാർജ് കഴിഞ്ഞു. നമുക്ക് ചെറിയ പണി കിട്ടി. വണ്ടി ഇപ്പോൾ വീട്ടിൽ നിൽക്കുന്നുണ്ട്. ചാർജർ വേറെ കൂട്ടുകാരൻ്റെ വീട്ടിലാണ്. അപ്പോൾ തിരിച്ചു വരുമ്പോൾ ചാർജറും എടുത്തിട്ട് വരാമെന്നുള്ളൊരു മൈൻഡിലാണ്. നോക്കാം. ചാർജിൻ്റെ പറഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. കഴിച്ച് തള്ളാനും കൂടെ പറ്റില്ല. നല്ല വെയിറ്റാണ് പന്നരക്കിട്ട്. ഇങ്ങനെ കട എത്താറായിട്ടാവും. കുറച്ചും കൂടെ ദൂരമുണ്ട്. നമുക്ക് ഇടയിൽ വെച്ച് എന്തെങ്കിലുമൊക്കെ വൈബ് ഇങ്ങനെ നോക്കാം. കഴിച്ച് നമുക്ക് കട എത്തിയിട്ട് കാണാം. ചെക്കൻ്റെ ഷോപ്പ് അണ്ടർ കൺസ്ട്രക്ഷൻ ആണ്. അജിൻ്റെയാണ്. അജിൻ്റെ മോൻ കാണിക്കതിന്. അജിൻ നാണക്കാരാണ്. ചെക്കൻ്റെ ഷോപ്പ് അണ്ടർ കൺസ്ട്രക്ഷനാണ്. ഷോപ്പാണെങ്കിൽ നമുക്ക് ഗസ് ചെയ്യാൻ പറ്റുന്നത് ഗസ് ചെയ്തോ. സംഭവം നൈസ് പരിപാടിയാണ്. അപ്പോൾ നമുക്ക് ബാക്കി പരിപാടി കാണാം. ഓക്കെ, നമ്മൾ കട ഇതാണ് കട കേട്ടോ, അജിൻ്റെ കട. അപ്പോൾ നമ്മൾ കടയത്തെ ആവശ്യം കഴിഞ്ഞു ഇല്ല അജിനെ? കടയത്തെ പർപ്പസ് കഴിഞ്ഞു. ഇനി നമ്മൾ നേരെ വീട്ടിൽ പോകണം. ചായ എന്തെങ്കിലും കുടിക്കണം. കോളേജിക്കല്ല, കൂട്ടുകാരൻ്റെ വീട്ടിൽ പോകണം. പഠിക്കണം, കുറച്ചും കൂടെ പഠിക്കണം കേസ്. കൂട്ടുകാരൻ്റെ വീട്ടിൽ പോകാനുള്ള പ്ലാനാണ്. അപ്പോൾ പോയി ചായ കുടിച്ചൊന്ന് കുളിച്ച് ഇങ്ങനെ ഒന്ന് പോകണം. പോയിട്ട് വണ്ടിയൊക്കെ ഒന്ന് ചാർജ് ഇട്ട് വെച്ചിട്ട് നമുക്ക് പഠിക്കാം, കുറച്ചും കൂടെ പഠിക്കാം. നമുക്ക് അത് കഴിഞ്ഞിട്ട് ബാക്കി എന്താണെന്ന് വെച്ചാൽ നോക്കാം. ഓക്കെ, നമ്മളിപ്പോൾ തിരിച്ച് ഇറങ്ങുകയാണ്. അപ്പോൾ നമ്മുടെ വഴിയും കാര്യങ്ങളൊക്കെ നല്ല പാടപരമ്പത്തോടുള്ള വഴികളൊക്കെയാണ്. നൈസാണ്, വൈബ് പൊളിയാണ്, ഒന്നും പറയാനില്ല. ഇല്ലേ സെറ്റാണ്. അജിൻ്റെ സ്ഥലമാണ്. അജിൻ മെയിനാണ്. ഇത് അക്ഷയൻ്റെ സ്ഥലമുണ്ട്. ഇത് അക്ഷയൻ്റെ അതിർത്തിയാണ്. ഇത് അതിലൊരു മൂല അക്ഷയൻ്റെ സ്ഥലമാണ്. അജിൻ്റെ സ്ഥലം അപ്പുറത്താണ്. അവിടെ അജിൻ മെയിൻ, ഇവിടെ അക്ഷയം ഇത് മെയിൻ. എന്താ പറയുക കഴിച്ചൊക്കെ മെയിനുകളുടെ എൻ്റർടൈൻമെൻറ്റാണ്. വേറെ മെയിൻ തന്നെ മെയിൻസാണ്. അപ്പോൾ നമുക്ക് ഗൈസ് നമ്മൾ വീടെത്തിയിട്ടുണ്ട്. ഇതവിടെ ബെല്ലൊക്കെ ആക്റ്റീവ് ആയിട്ടുണ്ട്. ഇതാ ബെല്ല് എവിടെ ഉണ്ട്? ബെല്ലമാരെ ബെല്ല ക്യൂബി അപ്പുറത്തപ്പുറത്തുണ്ട്. അപ്പോൾ ബെല്ല എന്നെ കണ്ടുള്ള സന്തോഷത്തിൽ ഓടി നടക്കുകയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും. ബെല്ല കടിക്കുമോ? ഇത് മിണ്ടാണ്ടിരിക്കാൻ പറഞ്ഞ അജിൻ്റെ ബെല്ല കിട്ടി. ക്യൂബി ഇതുകൊണ്ട് ക്യൂബി അതാ ഓടി വരും. ക്യൂബി ബെല്ല അജി അങ്ങനെ വീടിനുള്ളിലേക്ക് എൻ്റർ ആയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഇനി പരിപാടി ഇനി കുളിക്കണം. ഒന്ന് കുളിച്ചിട്ട് പഠിക്കാൻ പോകണം ഗൈസ്. പഠിക്കാലേ രക്ഷയുള്ളൂ. ഓക്കെ ഗൈസ്, നിങ്ങൾ മാക്സിമം പഠിച്ച് രക്ഷപ്പെടാൻ നോക്കുക. നമ്മളെപ്പോലെ വ്ളോഗും കാര്യങ്ങളും തുടങ്ങി കുളന്നുകൊണ്ടുള്ളൂ. പഠിക്കുക കേട്ടോ. ഓക്കെ, ഹൈ ഗൈസ്, ഇപ്പോൾ നമ്മുടെ ഔട്ട്ഫിറ്റ് ഇതാണ്. രാവിലെ കുളിയൊക്കെ കഴിഞ്ഞ് ഫുഡൊക്കെ അടിച്ച് ചായയൊക്കെ കുടിച്ച് ഇനി നേരെ കോളേജിലേക്കാണ്. ചെക്കൻ ജിമ്മ് ബോഡി ഷോ തുടങ്ങി. ചെക്കൻ ക്യാമറ കണ്ടു കഴിഞ്ഞാൽ പിന്നെ അജിൻ കൂടുതൽ ബോഡി ഷോ ആണ്.
അപ്പോൾ ഇനി നമ്മുടെ പരിപാടി നേരെ അക്ഷയൻ്റെ വീട്ടിൽ പോവുക. അക്ഷയൻ്റെ വീട്ടിൽ പോയിട്ട് പഠിക്കുക. ഇതാണ് നമ്മുടെ നെക്സ്റ്റ് വൈബ്. ഓക്കെ ബൈ. അപ്പോൾ നമ്മൾ റെഡി ആയിട്ട് അക്ഷയൻ്റെ വീട്ടിലേക്ക് എന്തിനാണ് പഠിക്കാൻ. വണ്ടി ഡെഡാണ്. വണ്ടിയിൽ 5 കിലോമീറ്റർ എന്തോ റേഞ്ച് ഉള്ളൂ. അപ്പോൾ നമുക്ക് നോക്കാം. അക്ഷയൻ്റെ വീട്ടിൽ തള്ളാം. വലിയ ദൂരമൊന്നുമില്ല അക്ഷയൻ്റെ വീട്ടിലേക്ക്. എന്തായാലും നമുക്ക് വണ്ടി കയറിയിട്ട് ഇനി അക്ഷയൻ്റെ വീട്ടിലോട്ടുള്ള യാത്ര തുടങ്ങാം. ഓക്കെ. ഇതിപ്പോൾ സംഭവം എൻ്റെ ബാഗും കാര്യങ്ങളൊക്കെ ഞാൻ അവിടെ വെച്ചു. ഗേറ്റ് അടയ്ക്കണം. എൻ്റെ ബാഗും കാര്യങ്ങളൊക്കെ അവിടെ വെച്ച് മറന്നിരിക്കുകയാണ്. പിന്നെ അതൊക്കെ എടുക്കണം. അതൊക്കെ എടുത്തിട്ട് നമുക്ക് പഠിക്കാനുള്ള സാധനങ്ങളൊക്കെ എടുത്തിട്ട് കോളേജിലോട്ട് പോകാൻ പറ്റുള്ളൂ. അക്ഷയൻ്റെ വീട്ടിൽ പോയി കഴിഞ്ഞാൽ അക്ഷയ റെഡി ആയി കഴിഞ്ഞാൽ കോളേജിലേക്കാണ് നേരെ. കോളേജിൽ പോയിട്ട് പിന്നെ കോളേജിലാണ് വൈബ്. പിന്നെ വൈബ് കോളേജിലാണ്. അപ്പോൾ ഇനി നേരെ അക്ഷയൻ്റെ വീട്ടിലേക്ക്. അതിന് ട്രിക്ക് ഇടുന്നുണ്ട്. അതിന് ഞാൻ കയറുന്ന മുമ്പ് വണ്ടി എടുക്കാനൊക്കെ നോക്കുന്നുണ്ട്. അപ്പോൾ ഓക്കെ, നമുക്ക് അക്ഷയൻ്റെ വീടെത്തിയിട്ട് കാണാം. നമ്മൾ മിഥുവിൻ്റെ വീടെത്തിയിട്ടാണ്. മിഥു എന്താ ചെയ്യണമെന്ന് അറിയില്ല. നമ്മൾ മിഥുവിൻ്റെ വീട്ടിലേക്ക് എൻ്റർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മിഥുവിൻ്റെ വീടെത്തി. ഇനി മിഥുവിൻ്റെ ഇറങ്ങി വരണ കാണാം. നമ്മളിപ്പോൾ ഇവിടെ മരമ്പട്ടും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ മിഥു റെഡിയായി വന്നിട്ടുണ്ട്. അതിൽ ഇരുന്ന് പഠിക്കുകയാണ്. കുറേ നേരമായി. വണ്ടിയുടെ അവസ്ഥ ഇപ്പോൾ ഇതാണ്. വണ്ടി ചാർജ് ആയിക്കൊണ്ടിരിക്കുകയാണ്. കുറേ നേരം എന്ത് തേങ്ങാന്നറിയില്ല. അത് മുടിയൊക്കെ റെഡിയാക്കി പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഞാനും പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ മരമ്പട്ട് ഡിസ്റ്റർബൻസ് ആവണം. അപ്പോൾ നമ്മളിപ്പോൾ കോളേജിലോട്ട് പോകും. ഇനി ബാക്കി കോളേജിൽ പോയിട്ട് ബാക്കി വരുന്ന പിള്ളേരൊക്കെ ഒന്ന് സർപ്രൈസ് ആക്കിയിട്ട് ബാക്കി അവിടെ നിന്ന് പഠിക്കാം. അതാണ് ഇപ്പോഴത്തെ മൈൻഡ് സെറ്റ്. ഇനി അക്ഷയ ഒന്നും വരണം. അക്ഷയ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇവിടുന്ന് ചലിക്കുകയാണ് കോളേജിൽ. ഉള്ള ചാർജ് ഉണ്ടോയെന്ന് അറിയില്ല, എന്നാലും ചലിപ്പിക്കുക തന്നെ. ഓക്കെ ഗൈസ് ബൈ. അപ്പോൾ നമുക്ക് കോളേജ് എത്തിയിട്ട് നോക്കാം കേട്ടോ ഗൈസ്. അപ്പോൾ നമ്മൾ മൂവരും കൂടെ അക്ഷയൻ്റെ വീട്ടിലോട്ട്. അടുത്ത ഡെസ്റ്റിനേഷൻ അക്ഷയ്. നമ്മൾ മിഥുവിൻ്റെ വീട്ടിൽ വന്ന് ചെടി കൂടെ പോകാതെ മിഥുവിൻ്റെ വീട്ടിൽ വന്ന് മിഥുവിനെ എടുത്തിട്ട് ഇനി അക്ഷയൻ്റെ വീട്ടിലേക്കാണ്. അപ്പോൾ ഇനി അവിടെ പോയിട്ട് അക്ഷയനെയും പിക്ക് ചെയ്ത് നേരെ കോളേജിൽ പോകണോ, പഠിക്കണോ, എക്സാം എഴുതണോ, പാസ്സാവണോ. അപ്പോൾ നമുക്ക് അക്ഷയൻ്റെ വീട്ടിൽ എത്തിയിട്ട് കാണാം. അക്ഷയ് അമ്മമ്മയെ കൊണ്ടുവിടാൻ വേണ്ടി പോയിരിക്കണം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം എന്നൊരു ഐഡിയ ഇല്ല. കുറേ പഠിക്കാനൊക്കെ നോക്കുന്നുണ്ട്. ഒന്നും നടക്കുന്നില്ല. സീനാണ്. അതിനെന്താ പറയാനുണ്ട്? അറിയിക്കണം. ഇന്നലത്തെ വ്ളോഗിൽ നോക്കിയാൽ അറിയാം. ആദ്യം പഠിപ്പിക്കാൻ വന്നാണ് പഠിച്ചുകൊണ്ട്. എന്തെങ്കിലുമൊക്കെ ചെയ്ത് പാസ്സാവണം. എനിക്ക് അത്ര ഒന്നും പറയാനുള്ളൂ. നമ്മുടെ പിള്ളേരൊക്കെ റെഡി ആയിട്ട് വരുന്നുണ്ട്. ഓക്കെ, നമുക്കെന്താ ഇനി കോളേജ് വെച്ച് കാണാം. ഓക്കെ ബൈ ഗായ്സ്. അപ്പം വന്ന് കോളേജിലേക്ക് പോവാണ്. ഇത് അക്ഷയൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. അക്ഷയ അതിന് ഫ്രണ്ടിൽ പോയിട്ടുണ്ട്. ഞാൻ അവിടെ പോയിട്ട് പഠിക്കണം എന്നുള്ള മെന്റാലിറ്റിയാണ്. ഇവിടെ കുറച്ച് നേരം പഠിച്ചു. പിന്നെ ബാക്കി കോളേജിൽ പോയിട്ട് എന്തെങ്കിലുമൊക്കെ വായിച്ചു നോക്കാന്നുള്ള പരിപാടിയാണ്. 1:30ക്കാണ് എക്സാം. അപ്പോൾ നമുക്ക് അതുവരെ സമയമുണ്ട്. എന്ത് ചെയ്യണം എന്നാണ് ഐഡിയ ഇല്ലാത്തത്. നമുക്ക് നോക്കാം അവിടെ പോയിട്ട് എന്തായാലും. അപ്പോൾ നമ്മൾ കോളേജ് എത്തി. കോളേജ് പിന്നെ പഠിക്കണം എന്നുള്ള മെന്റാലിറ്റിയാണ്. എന്താ അക്ഷയ് എന്ത് മെന്റാലിറ്റി? പഠിക്കാം ഇതിനെ ഗൈസ്. മിഥുൻ്റെ വണ്ടിയിൽ എണ്ണ കഴിഞ്ഞു. വർഷത്തിൽ 50 ഉറുപ്പിക്ക് എണ്ണ അടിക്കണ അവൻ്റെ വണ്ടിയിൽ എണ്ണ കഴിഞ്ഞു. വണ്ടി ഇപ്പം തള്ളണ്ട വന്നു. എന്താ ചെയ്യുക ഗൈസ്? എപ്പോഴെങ്കിലും ഒരു എണ്ണ അടിക്കുക. ഈ പരിപാടിയൊന്നും ഇല്ല. എന്നാലും എന്തെങ്കിലും പറഞ്ഞ അതിനെ വീട് 2 കിലോമീറ്റർ ഉള്ളൂ കോളേജിൽ നിന്ന്. എണ്ണ അടിക്കില്ല. കുറച്ച് ഫണ്ട് ഇട്ട് കൊടുക്കണം. ശരി, അപ്പം നീ പഠിച്ചിട്ട് കാണാം ഗൈസ്. നമ്മൾ ക്ലാസ്സിൽ കയറിയിരിക്കുകയാണ്. ഇനി വ്ളോഗ് ക്ലാസ്സിലാണ്. ഇപ്പം എല്ലാവരും പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഒക്കെ കണ്ടക്ക എല്ലാവരും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി പറ അക്ഷയ് എന്തൊക്കെ എക്സാം പാസ്സാവോ തോക്കുമോ? പാസ്സാവോ? അമിത് എന്താ പറയാനുള്ളത്? അമിത് A+ ആണ്. അമിത് ഓയാണ്. ഹരി എന്താ ബിറ്റ് വെക്കേണ്ടത് കയ്യിലൊക്കെ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. കൂൾ റാം തിരിഞ്ഞിരിക്കുന്നുണ്ട്. കൂൾ റാം എന്താ ചെയ്യണമെന്ന് കൂൾ റാമിനെ അറിയില്ല. അപ്പൊ ഗൈസ് എല്ലാവരും മൂഞ്ചിരിക്കുകയാണ്. എക്സാം പൊട്ടുന്നാണ് പറയണത്. നമുക്ക് എക്സാം കഴിഞ്ഞിട്ട് ബാക്കി വിശേഷം കാണാം ഗൈസ്. എക്സാമിന് സ്ഥലം മനസ്സിലായി. 3 ക്ലാസ് ആയിട്ട് തിരിച്ചിരിക്കുക. 3 സ്ഥലത്താണ്. പൊട്ടിയുള്ള കാര്യം ഉറപ്പായി. ഉദയൻ എന്താ പറയാനുള്ളത്? ഉദയൻ ഒന്നും പറയാനില്ല. എക്സാം പാസ്സാവോ ജയിക്കൂ? പിന്നെ പാസ്സാവും. 3 പേര് 3 ക്ലാസ്സിലാണ്. നമുക്കിനി ജിഷ്ണുവിന്റെ അഭിപ്രായം ചോദിക്കാം. ജിഷ്ണു 3 ക്ലാസ്സായി പിരിച്ചിരിക്കുക. അപ്പൊ നമ്മൾ എന്താവും? പാസ്സാവോ നോക്കുമോ? ശുഭദിനം. ഇപ്പൊ പൊട്ടിയെന്നുള്ള കാര്യം ഉറപ്പാണ്. പിന്നെ നമ്മൾ പൊട്ടും. ഓക്കെ, ഇനി എക്സാം കഴിഞ്ഞിട്ട് കാണാം. ഗായ്സ് എല്ലാവരും പഠിക്കുകയാണ്. എക്സാമിന് ഇനി ആകെ 15 മിനിറ്റേ ബാക്കിയുള്ളൂ. എന്താ പഠിക്കണമെന്ന് അറിയില്ല. നമ്മൾ ക്ലാസ് സ്പ്ലിറ്റ് ആയി. ഒരു ക്ലാസ്സിൽ 13, ഒരു ക്ലാസ്സിൽ 12 പേരാണ്. പൊട്ടുന്നുള്ള കാര്യം ഉറപ്പാണ്. എത്ര പൊട്ടുന്ന മാത്രം നോക്കിയാൽ മതി. ഉദയനൊക്കെ എന്താ ചെയ്യണമെന്ന് അവന് പോലും അറിയില്ല. എന്തൊക്കെയോ കാർഡുണ്ട്. അക്ഷയ് ഹരിയും പഠിക്കണ്ട. അവര് പഠിക്കട്ടെ. പിന്നെ അജിനൊക്കെ വെല്ലുവിളി ഏറ്റെടുത്തിരിക്കുകയാണ്. പാസ്സാവുമെന്ന് അറിയില്ല.
അപ്പോൾ നമുക്ക് ബാക്കി എക്സാം കഴിഞ്ഞിട്ട് കാണാം. ഓക്കെ ഗൈസ്, എക്സാം കഴിഞ്ഞു. ഞാൻ പാസ്സാണ്, എനിക്ക് B+. അജിനെ നമുക്കെന്താ? അജിൻ തോറ്റു. അക്ഷയ് പാസ്. നമുക്ക് വന്ന സാർ സൂപ്പർ സാറായിരുന്നു, എല്ലാം നോക്കിയതാ സമ്മതിച്ചു. സാർ മിണ്ടാതെ നോക്കൂറ്റി പോലെ ഇരിക്കുക. ഇതാ ഇനി ജിഷ്ണുവിന്റെ ജിഷ്ണു എക്സാം പാസ്സാവും. തോക്കും നീ തോക്കും, നീ പാസ്സാവും. ഇപ്പോ നമ്മള് പാസ്സാവും എന്നുള്ള ഒരു ഉറപ്പാണ്. ഇനി അടുത്തത് പിള്ളേരൊക്കെ വരുന്നുണ്ട്, നമ്മുടെ ക്ലാസ്സിലെ പഠിപ്പുകൾ വരുന്നുണ്ട്. പക്ഷേ നീ പാസ്സാവോ തോക്കൂ? രേവതി പാസ്സാവും. നമ്മുടെ ക്ലാസ്സിൽ ഇരുന്ന എല്ലാവരും പാസ്സാവും. മിഥും പാസ്സാവും. നമ്മുടെ ക്ലാസ്സിൽ ഇരുന്ന എല്ലാവരും പാസ്സാവും. അല്ലാത്തവര് തോക്കും ഗൈസ്. കാരണം നമുക്ക് വന്ന നല്ല സാറായിരുന്നു, അവർക്ക് മൂഞ്ചിയ സാറ് വന്നു, പെട്ടു അവര്. അജിനൊക്കെ കരയാണ്. അജിന്റെ ഉമ്മർത്ത് മുഖത്തോടെ നോക്കി ഉദയനെ ഇരുത്തിയിരിക്കണം, അവര് നോക്കി ചിരിച്ചുകൊണ്ടിരിക്കുക. ഇതൊക്കെയാണ് വൈബ് അവിടെ. നമ്മൾ പാസ്സാവും കേട്ടാ ഗൈസ്. ഇപ്പൊ നമ്മുടെ വ്ളോഗ്, ഇന്നത്തെ വ്ളോഗ് എൻഡ് ചെയ്യാൻ പോവാണ്. എക്സാം വൈബ് ആയിരുന്നു. അജിനൊക്കെ ഇരുന്ന് പെസ് കളിക്കുന്നുണ്ട്. ഇപ്പോ എക്സാം വളരെ മൂഞ്ചലായിരുന്നു എല്ലാവർക്കും. ഇതാ 4 ഇരുന്ന് ഫോൺ നോക്കണ്ട. അക്ഷയ് ഒരു ഹായ് പറ. അഭിജിത്തെ ആദ്യം എന്താ ആദ്യം മൈൻഡില്ലാത്ത? ഇന്നലെ കണ്ടതന്നെയല്ലേ പറ. ഇതാ ചെറിയ ആദ്യം അവിടെ നടന്നു വരുന്നുണ്ട്. ഇപ്പൊ ഇന്നത്തെ വ്ളോഗ് ഇത്രേ ഉള്ളൂ. നമുക്ക് നാളെ രാവിലെ 10 മണിക്ക്, അതായത് നാളെ രാവിലെ 10 മണിക്കായിരിക്കും ഈ വീഡിയോ വരിക. എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് പൊളിക്കുക. ഒറ്റ മൈൻഡ് വ്ളോഗാണ് നമ്മൾ, ഒക്കെ ഒറ്റ മൈൻഡ് ആയിരിക്കും. അപ്പോൾ കൂടെ പരിപാടി ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ട്, വേറെ വൈബ് സാധനങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അടുത്ത വ്ളോഗായിട്ട് നാളെ കാണാം. ഓക്കെ ബൈ.